ഇനി നിങ്ങൾ JRF വഴി മുന്നോട്ട് പോവുകയാണെന്നുണ്ട് എങ്കിൽ ഒരു മാസം നിങ്ങളിലേക്ക് എത്തുന്നത് 50,000 രൂപയാണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. നമ്മളുടെ നെറ്റ് എക്സാം ക്ലിയർ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒറ്റ വാക്കിലാണ് പലരും ഉത്തരം പറയുക. എന്താണത്? യെസ്, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിലേക്ക് ട്രൈ ചെയ്യണം. അതോടൊപ്പം തന്നെ JRF നേടി അതിൻ്റെ എന്താ പറയുക, നമ്മുടെ PhD കംപ്ലീറ്റ് ചെയ്യണം. ഇതാണ് പെട്ടെന്ന് വരുന്ന 2 റിപ്ലൈസ്. എന്നാൽ മനസ്സിലാക്കുക, അത് മാത്രമല്ല, നെറ്റ് ക്രാക്ക് ചെയ്യുന്നതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഒരുപാടാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ്, നെറ്റ് ക്രാക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? ഓക്കെ, യെസ്. അപ്പോൾ നമ്മളുടെ കരിയർ ഓപ്ഷൻസ് ആണ് നമ്മൾ പറയുന്നത്. പ്രധാനമായിട്ടും ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു പാത്ത് എന്ന് പറയുന്നത് അഫ്കോഴ്സ് എന്ത് തന്നെയാണ്? അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് എന്ന് പറയുന്ന നമ്മളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ഒരു JRF വഴി നമ്മുടെ നെറ്റ് ക്രാക്ക് ചെയ്താൽ നമുക്ക് 50,000 അടുത്ത് എന്താണ് സ്റ്റൈപ്പൻഡോട് കൂടി നമുക്ക് നമ്മുടെ പഠനം അല്ലെങ്കിൽ നമ്മുടെ PhD നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു PG കഴിഞ്ഞ കാൻഡിഡേറ്റ്, പ്രത്യേകിച്ച് ഒരു ഫ്രഷർ ആണെന്നുണ്ട് എങ്കിൽ നമ്മൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്താലും നമുക്ക് എത്ര രൂപയാണ് ശമ്പളം കിട്ടുക? എത്ര രൂപയാണ് ശമ്പളം കിട്ടുക? മാക്സിമം ഒരു 20-25K ആണ് നമുക്ക് ശമ്പളം കിട്ടുക, ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ. സോ അത് മാക്സിമം ആണ്. ഇനി നിങ്ങൾ JRF വഴി മുന്നോട്ട് പോവുകയാണെന്നുണ്ട് എങ്കിൽ ഒരു മാസം നിങ്ങളിലേക്ക് എത്തുന്നത് 50,000 രൂപയാണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് പഠിക്കാം, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഒരു വർക്ക് ലൈഫ് ബാലൻസോട് കൂടി എല്ലാം മുന്നോട്ട് കൊണ്ടുപോയി നല്ലൊരു ഗൈഡിനെയും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഏകദേശം 5 വർഷത്തോളം വളരെ സ്മൂത്തായിട്ട് പഠിത്തം, നമ്മുടെ ഫിനാൻഷ്യൽ ബേർഡൻ ഒന്നും ഇല്ലാതെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് PhD കഴിഞ്ഞ് ഡോക്ടറേറ്റോട് കൂടി നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. അപ്പോൾ ഈ 2 അവസരങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഫണ്ടമെന്റൽ. എഗ്രീഡ്. അതോടൊപ്പം തന്നെ അതർ കരിയർ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, PSUസിൽ നമുക്ക് എപ്പോഴും അവസരങ്ങൾ വരാറുണ്ട്. എല്ലാ വർഷവും തന്നെ പറയാൻ പറ്റും. ഒന്ന് NTPC, ONGC, IOCL, അതുപോലെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, HPCL, ഇവിടെ എല്ലാം നമുക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്കോർ കാർഡ് വെച്ച് നമുക്ക് ചാൻസ് ഉണ്ട്, ജോലിക്ക് അവസരമുണ്ട്. നല്ല സാലറിയിൽ തന്നെയായിരിക്കും ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാം എഴുതണ്ട, ഇന്റർവ്യൂ ബേസിസിൽ തന്നെയായിരിക്കും നമ്മളുടെ അപ്പോയിൻമെന്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവിടുത്തെ പൊസിഷൻസ് എന്ന് നോക്കാം. ഒന്ന് അക്കാഡമിക് ഓഫീസർ ആവാം, എഡ്യൂക്കേഷൻ ഓഫീസർ ആവാം, കൺസൾട്ടന്റ് ആവാം, കോണ്ടന്റ് എക്സ്പേർട്ട് ആവാം, അല്ലെങ്കിൽ റിസർച്ച് അസിസ്റ്റന്റ് അല്ലെങ്കിൽ റിസർച്ച് അനലിസ്റ്റ് ആവാം. ഇങ്ങനെയുള്ള റോൾസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ പറയുന്ന ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിലേക്ക് പ്രധാനമായിട്ടും വരുന്നത്. സോ അതൊരു വലിയ അവസരമാണ്. നമ്മളിൽ പലരും ഈ ഒരു അവസരത്തെക്കുറിച്ച് അവെയർ അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഫാക്ട്, അല്ലേ? ഇനി എപ്പോഴൊക്കെയാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ഇതിനു വേണ്ടി ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. എല്ലാ വർഷവും കൃത്യമായിട്ട് നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട്. ഇപ്പം നിങ്ങൾ 2026 ഡിസംബർ നെറ്റ് ആണ് നിങ്ങൾ ആസ്പയർ ചെയ്യുന്നതെങ്കിൽ മനസ്സിലാക്കുക, ജനുവരി മാർച്ചിനിടയിൽ 2027 ONGCയും അതുപോലെ THDCയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. അതുപോലെ തന്നെ മാർച്ചിനും മെയ്നും ഇടയ്ക്കാണെങ്കിൽ PGCAL വരും, ഏപ്രിൽ മെയ്ക്ക് ഇടയ്ക്കാണെങ്കിൽ NHPC വരും, ജൂലൈക്കും ഓഗസ്റ്റും ഇടയിലാണെങ്കിൽ HPCL വരും, ആൻഡ് ഓഗസ്റ്റ് ഒക്ടോബർ ആണെന്നുണ്ടെങ്കിൽ RINL, അത് വേക്കൻസീസ് അവൈലബിൾ ആണെങ്കിൽ മാത്രം. ഓക്കെ, സോ ഇത്രയും അവസരങ്ങൾ എല്ലാ വർഷവും കൃത്യമായിട്ട് നമ്മൾ അറിയാറില്ല, അല്ലെ? നെറ്റ് ക്രാക്ക് ചെയ്താൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ കൃത്യമായിട്ട് നെറ്റ് ക്രാക്ക് ചെയ്യുക. എല്ലാവരും പറയുന്ന പോലെ പഠിച്ചിരുന്നാൽ മതിയോ? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലൊന്നും നമ്മൾ ബോദർ ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ ഒരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്, അല്ലെ? സോ ഡെഫിനറ്റ്ലി പഠിക്കാം. ആൻഡ് ഇങ്ങനെ പോയാൽ നമ്മുടെ സാലറി പേയും നമുക്കറിയാം, അല്ലെ? അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന്റെ സാലറി നമുക്ക് എല്ലാവർക്കും അറിയാം. JRF നമുക്കറിയാം, അപ്രോക്സിമേറ്റ്ലി 40,000 50,000 ഇടയിൽ നല്ലൊരു പാക്കേജിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ റിസർച്ച് അസോസിയേറ്റ് ആണെന്നുണ്ടെങ്കിൽ 4 to 10 lakh പെർ ഇയർ, PSUസിലാണെന്നുണ്ടെങ്കിൽ 8 to 15 lakh പെർ ഇയർ, ആ ഒരു റേഞ്ചിൽ നമ്മുടെ സാലറി സ്കെയില് മാറും. സോ ഇത്രയും അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരിക്കലും നെറ്റ് ക്രാക്ക് ചെയ്യുന്നതിന്റെ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ എന്തിനാണ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആൻസർ ഇറ്റ് ഷുഡ് നോട്ട് ബി മിയർ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ഓർ JRF. യു ഹാവ് ബിയോണ്ട് ദാറ്റ്. അതാദ്യം മനസ്സിലാക്കുക, കൃത്യമായിട്ട് പഠിക്കുക. നെറ്റ് നമ്മുടെ ഡിസംബർ 2026 നമ്മുടെ നെക്സ്റ്റ് നെറ്റ് എക്സാം വരുന്നത്, അല്ലേ? ഇതെങ്ങനെ ക്രാക്ക് ചെയ്യാം? നമ്മൾ വിചാരിക്കുന്ന പോലെ അക്കാഡമിക്കലി എന്നും ബ്രൈറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമല്ല നെറ്റ് ക്രാക്ക് ചെയ്യുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റിനെ വളരെ അനലിറ്റിക്കലായിട്ട് അല്ലെങ്കിൽ ലോജിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുന്ന കുട്ടികൾ, അങ്ങനെ ഒരുപാട് പേര്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർ, ഇവരൊക്കെ
വളരെ ഈസി ആയിട്ട് തന്നെ നെറ്റ് ക്രാക്ക് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്, ഞങ്ങൾക്ക് ബിഗിനേഴ്സിനെ തരൂ അല്ലെങ്കിൽ ഫ്രഷേഴ്സിനെ തരൂ, നമുക്ക് അവരെ മൗൾഡ് ചെയ്യാൻ സാധിക്കും. സോ ഇഫക്റ്റീവായിട്ട് മൗൾഡിംഗ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ വരുന്ന ഡിസംബർ 2027 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. 2027 നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന ഈ അവസരങ്ങളിലേക്കും കൂടി നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ സാധിക്കും അല്ലേ. അപ്പം എങ്ങനെ നെറ്റ് ക്രാക്ക് ചെയ്യാം, ഒരു ബിഗിനർ ആയിട്ട് നമുക്ക് എങ്ങനെ നെറ്റ് ക്രാക്ക് ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് മൾട്ടിപ്പിൾ ഫെയിലിയേഴ്സ്, ഇങ്ങനെ ഒരു സാഹചര്യം ഫേസ് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കായിട്ടൊരു സ്പെഷ്യൽ ക്ലാസ് നമ്മൾ നെറ്റിന്റെ ക്വാളിഫയിങ് സ്ട്രാറ്റജിയെ കുറിച്ച് തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ ചാറ്റ് വിത്ത് ദി റാങ്ക് ഹോൾഡർ എന്നൊരു പ്രോഗ്രാം, ചാറ്റ് വിത്ത് റാങ്ക് ഹോൾഡർ അല്ല സോറി, ചാറ്റ് വിത്ത് ദി JRF ഹോൾഡർ. JRF എന്നുള്ളതിനേക്കാൾ ഉപരി SRF ആണ്, അദ്ദേഹം സീനിയർ റിസർച്ച് ഫെലോഷിപ്പ് ക്ലിയർ ചെയ്തതാണ്. ദേവി മാം ആണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പം നമുക്ക് ദേവി മാമിനോട് സംസാരിക്കാം, എന്തൊക്കെയായിരുന്നു മാം എടുത്ത സ്ട്രാറ്റജീസ്, എത്ര നാൾ പഠിച്ചു, ഇതെല്ലാം നമുക്കറിയാം. കൃത്യമായിട്ട് നമ്മുടെ SRF ഹോൾഡറിനോട് സംസാരിക്കാം. സോ എങ്ങനെ നിങ്ങൾക്ക് സംസാരിക്കാം, മറ്റൊന്നും ചെയ്യേണ്ട, നമ്മളുടെ ഈ വീഡിയോനൊപ്പമുള്ള ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് 2 അവസരമാണ്. ഒന്ന്, നമ്മളുടെ SRF ഹോൾഡറിനോട് ഡയറക്റ്റ്ലി സംസാരിക്കാം. അതോടൊപ്പം തന്നെ വരുന്ന ദിവസങ്ങളിലുള്ള ബിഗിനേഴ്സിൻ്റെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ് മൾട്ടിപ്പിൾ ഫെയിലിയർ എന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന കാൻഡിഡേറ്റ്സിനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഉറപ്പാണ് ഇത് നിങ്ങളുടെ നെക്സ്റ്റ് നെറ്റ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയുടെ കളറെ മാറ്റും. അടിപൊളിയായിട്ട് പഠിക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിക്കുക. അടിപൊളിയായിട്ട് പഠിക്കുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ നെറ്റിന്റെ പുതിയ ബാച്ച് ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഈ ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പർ 8086881144 പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പോടുകൂടി ഈസി ആയിട്ട് നെറ്റ് എന്ന് പറയുന്ന സ്വപ്നം നമുക്ക് JRF കൂടി തന്നെ ഈ ഡിസംബറിൽ തന്നെ ക്രാക്ക് ചെയ്യാം. ഞങ്ങൾ ഒരുപാട് അവസരങ്ങൾ എന്നല്ല പറയുന്നത്, ഒറ്റ പ്രാവശ്യത്തിൽ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ ഈ നമ്പറിൽ വിളിക്കാം. അതോടൊപ്പം നമ്മുടെ കോഴ്സ് എൻക്വയറി ഫോം നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. വിളിച്ചാൽ കിട്ടിയില്ല എങ്കിൽ ആ ഫോമിൽ എൻ്റർ ചെയ്താൽ ഞങ്ങളുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സോ മറക്കണ്ട, നെറ്റിന് 2 അല്ല ഒരുപാട് അവസരങ്ങളാണ്. ഈ അവസരങ്ങളിലേക്ക് എത്താൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. അതോടൊപ്പം തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.